മോളെ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ കൊണ്ടുവരും. ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ അകത്താ. കണ്ടു, കേട്ടു, വർത്തമാനം പറഞ്ഞു. സംസാരിച്ചോ? ഫോണിൽ സംസാരിച്ചോ? വിളിച്ചിരുന്നു അകത്തുനിന്ന്? അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചവള്, അന്നേരം വർത്തമാനം പറഞ്ഞു. എന്താ പറഞ്ഞ? എങ്ങനെ ഉണ്ടായിരുന്നു രാത്രി കാട്ടിൽ കിടന്നിട്ടെന്ന് പറഞ്ഞു? അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ നടക്കും, അവിടെ നിന്ന് ഇറങ്ങി വരുമെന്ന് പറഞ്ഞു. എത്ര മണിയോടുകൂടി ഇവിടെ എത്തുമായിരിക്കും? ഇവിടെ എപ്പോഴെത്തുമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. സ്ഥലം എനിക്ക് പരിചയമില്ല. അങ്ങോട്ടൊക്കെ ഉള്ള സ്ഥലം പേടിച്ചു പോയല്ലേ അമ്മ? പേടിച്ചു പോയെന്നോ? ഒത്തിരി പേടിച്ചു, ഒത്തിരി പേടിച്ചു, ഒത്തിരി ഒരുപാട് ഒത്തിരി പ്രാർത്ഥിക്കുകയും ചെയ്തു. അമ്മേനെയൊക്കെ വിളിച്ചു, അമ്മേനെയൊക്കെ വിളിച്ചു, ഒരുപാട് ഒത്തിരി വഴിപാട് വളരുമ്പോൾ തന്നെ കുറിച്ചും കൊണ്ട് വഴിപാട് ഏൽപ്പിച്ചൊക്കെ നേർന്ന് അങ്ങനെ ഒരുപാട് വിഷമിച്ചു. വിളിച്ചിരുന്നോ? ഫോറസ്റ്റുകാർ വിളിച്ചിരുന്നോ? ഞാനിപ്പോൾ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയി പരാതി പറഞ്ഞു വെച്ച് അവിടെ നിന്നപ്പോൾ തന്നെ എനിക്ക് അറിവ് കിട്ടി. എൻ്റെ അച്ഛനെ, എൻ്റെ അനിയത്തെ കിട്ടിയെന്ന്, അനിയത്തെയും പെങ്ങളും കിട്ടിയെന്ന്, മറ്റേ കൊച്ചിനെ കിട്ടിയെന്നും പറഞ്ഞു. അച്ഛൻ എവിടെയാ? അച്ഛൻ്റെ അച്ഛൻ മരിച്ചിട്ട് വർഷം 58 മരിച്ച. ആന വന്ന ആ തോടിൻ്റെ അക്കരെ, ഇപ്പോൾ ഇവിടെ ചെന്ന തോടിൻ്റെ അക്കരെ അവിടെ ആന വന്ന അവിടെ ചെന്ന് ഞാൻ പരാതി പറയാതെ എൻ്റെ കൊച്ചിനിപ്പോൾ തല്ലുന്നു ഞാൻ പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് വിളി കിട്ടി. എൻ്റെ കൊച്ചിന് അവിടെ ഉണ്ടെന്നും പറഞ്ഞ് വിളിച്ചു. എനിക്ക് സമാധാനമായി. ഞാൻ ഇന്നലെ വൈകുന്നേരം പോലും ഉറങ്ങിയിട്ടില്ല. ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്.